രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ആദ്യമേ തന്നെ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും എൻ്റെ വാക്കുകളെ പൂജാപുഷ്പങ്ങളായി ആദ്യമേ സമർപ്പിക്കുന്നു. അധ്യാത്മരാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ജീവിതമാകുന്ന വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ഒരു വലിയ പരമ്പരയാണ് ആരണ്യകാണ്ഡത്തിൽ നമ്മൾ നേരിട്ട് കാണുന്നത്. അതിൻ്റെ തന്നെ സ്വഭാവത്തെ വ്യക്തമാക്കിക്കൊണ്ട് ആദ്യം വിരാധൻ രാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും മുന്നിൽ എത്തിച്ചേരുന്നു. വിരാധവധം നാം കണ്ടു. ഒരു വിദ്യാധരനായിരുന്നു അയാൾ. ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് രാക്ഷസനായി വിരാധനായി ഭൂമിയിലേക്ക് വീണു. ശാപമോക്ഷമായ അദ്ദേഹത്തിന് ലഭിച്ചത് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ കരം കൊണ്ട് ലഭിക്കുന്നതായ അനുഗ്രഹം. അങ്ങനെ രാമസായകമേറ്റ് വിരാധന്റെ പാപപങ്കിലമായിരിക്കുന്ന കർമ്മവാസനകൾ ദൂരീകൃതമായി വീണ്ടും അയാൾ പുണ്യാത്മാവായി ഈ ഭൂലോകത്തിൽ നിന്നിട്ട് ഉയർന്ന് ഭൂർലോകത്തിലേക്ക് വിദ്യാധരനായിട്ട് മടങ്ങിപ്പോവാണ്. അങ്ങനെ മടങ്ങിപ്പോകുമ്പോഴേക്കും രാമനെ സ്തുതിക്കുന്നതും നാം കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടതാണ്. രാമന്റെ അമ്പേറ്റ് ഭൂമണ്ഡലത്തിൽ മരിച്ചു വീണവരാരും തന്നെ നരകത്തിൽ പോയിട്ടില്ല എന്ന് എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതികൾ വളരെ സ്പഷ്ടമായിട്ട് അനേക തവണ പറഞ്ഞിട്ടുള്ളത് ഈ ആരണ്യകാണ്ഡത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിരാധ വധ സന്ദർഭത്തിൽ കൂടി തന്നെ നമുക്ക് വ്യക്തമായി തീരുന്നു. വിരാധന് കൈവന്നത് ദുഷ്ടമായ വാസനകളിൽ നിന്നുള്ളതായ നിർമുക്തിയാണ്. അങ്ങനെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഭഗവാനെ സ്തോത്രം ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് വിരാധൻ ഉപരിലോകങ്ങളിലേക്ക് ഗമിച്ചു. തുടർന്ന് ഭഗവാൻ ആ ദണ്ഡകാരണ്യത്തിൽ കൂടിയുള്ളതായ തൻ്റെ യാത്ര തുടരുകയാണ്. അദ്ദേഹം നേരെ ചെല്ലുന്നത് ശരഭംഗ ഋഷിയുടെ ആശ്രമത്തിലാണ്. അനേകം ഋഷിവര്യന്മാര് ദണ്ഡകാരണ്യത്തിൽ ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ ജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നൂറ്റാണ്ടുകളായിട്ട് തപസ് ചെയ്യുന്നു. ആ കൂട്ടത്തിൽ വളരെയേറെ ശ്രദ്ധേയനാണ് ശരഭംഗൻ. അദ്ദേഹം തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് അറിഞ്ഞു കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും ശ്രീരാമചന്ദ്രനായിട്ട് പരമാത്മാവ് ഭൂമിയിൽ അവതരിക്കും എന്ന്. രാവണന്റെ നേതൃത്വത്തിലുള്ള രാക്ഷസീഭാവങ്ങൾ ലോകത്തെ മുഴുവൻ നിരന്തരമായിട്ട് ഉപദ്രവിക്കൊണ്ട് അവരുടെ അതിക്രമങ്ങളിൽ നിന്നിട്ട് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം
അയോധ്യയിൽ അവതരിക്കും എന്നറിഞ്ഞു. അത് അദ്ദേഹം മനസ്സിലാക്കുമ്പോഴേക്കും പിന്നെ അദ്ദേഹത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ അവസരമുള്ളൂ. പക്ഷേ ശരഭങ്കൻ എന്നുള്ള ഋഷിക്ക് രാമനെ നേരിട്ട് കാണണം. നിർഗുണ നിരാകാര ബ്രഹ്മം സഗുണ സാകാരമായിട്ട് ദശരഥന് പുത്രനായിട്ട് മനുഷ്യ ആകൃതിയിൽ രാമനായിട്ട് അവതരിക്കുമ്പോഴേക്കും ആ പുണ്യമയമായിരിക്കുന്ന രൂപം ദർശിക്കണം എന്ന് ആ ഋഷിക്ക് അതിയായ മോഹം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ പ്രാണനെ തന്നെ സ്തംഭിപ്പിച്ചു. കാലാതീതനായി തീർന്നു. ദേശകാല ബന്ധനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി. ദേശകാലങ്ങൾക്കുള്ളിൽ നിൽക്കുമ്പോഴാണല്ലോ ആയുസ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിത കാലഘട്ടത്തെ നിർണയിക്കുന്നതായ മുഖ്യ ഘടകമായി തീരുന്നത്. രാമൻ വരുന്നതുവരെ താൻ ഈ ഭൂമിയിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ദേശകാലങ്ങൾക്കപ്പുറത്ത് തൻ്റെ തപോബലം കൊണ്ട് പ്രാണനെ സ്തംഭിപ്പിച്ച് അദ്ദേഹം കുടികൊണ്ടു. ശരമെന്നുള്ളത് പ്രാണൻ തന്നെയാണ്. വൃത്താകൃതിയിൽ നമ്മുടെ ശരീരത്തിൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രാണൻ, ആ പ്രാണനെ അദ്ദേഹം ഭഞ്ജിച്ചു. കാലത്തിനനുസരിച്ചുള്ളതായ പ്രാണന്റെ ചലനത്തെ അദ്ദേഹം നിഷ്പന്ദമാക്കി തീർത്തു. അതാണ് ശരത്തെ അദ്ദേഹം ഭഞ്ജിച്ചു. അങ്ങനെ ശരഭങ്കൻ എന്ന് അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടു. അങ്ങനെ കാലാതീതനായിട്ട് അദ്ദേഹം കുടികൊള്ളുകയാണ് രാമൻ തൻ്റെ മുന്നിൽ എത്തുവോളം. ശ്രീരാമചന്ദ്ര മഹാപ്രഭു ശരഭങ്കന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. രാമാവതാരത്തിന് അനേകം ലക്ഷ്യങ്ങളുണ്ട് എന്ന് നേരത്തെ പലതവണ നമ്മൾ കൂട്ടായിട്ട് വിചിന്തനം ചെയ്തതാണ്. അതിലൊന്നു തന്നെയാണിതും. ശരഭംഗ മുനിക്ക് മോക്ഷത്തെ നൽകുക എന്നുള്ളത്, അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ സാധിച്ചു കൊടുത്ത് മോക്ഷത്തെ നൽകുക, പരമാത്മാവിനെ മനുഷ്യാകാരത്തിൽ നേരിട്ട് കാണുകയെന്നുള്ള ആ ആഗ്രഹവും നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് രാമൻ അവിടെ വന്നു. ശരഭങ്കൻ ആ സമാധിയിൽ നിന്ന് ഉണർന്നു. ഭഗവാനെ കൺമുന്നിൽ കണ്ടു. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. കൊതി തീരുവോളം, കൊതി തീരുന്നില്ല. എന്നിട്ടും അദ്ദേഹം നിർനിമേഷനായിട്ട് ഭഗവാനെ തന്നെ നോക്കി നിന്നു. ഭഗവാന്റെ മഹിമാവ് ശരഭങ്കന്റെ ഹൃദയത്തിൽ അനർഗളമായി പ്രവഹിക്കാൻ തുടങ്ങി. അത് വാക്കുകളായിട്ട് ശരഭങ്കൻ ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ ഭഗവാനെ കേൾപ്പിച്ചു. ഭഗവാൻ അത് എല്ലാം കേട്ട് ശരഭങ്കന് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നേടിക്കൊടുത്ത് അദ്ദേഹത്തിന് പരമമായിരിക്കുന്ന സാക്ഷാത്കാരം, അതിനുള്ളതായ അനുഗ്രഹവും നൽകി. ശരഭങ്കൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ആർജവബുദ്ധ്യാചിരം തപസാ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യം. ഇന്ന് ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നൊരു നിനക്കു തന്നീടിനേൻ. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് ഭക്തിയോടുകൂടിയിട്ട് കഠിന തപസ് ചെയ്ത് തപോബലത്തെ സമാർജിച്ചിരിക്കുന്നു. ആ തപോബലമെല്ലാം ഞാൻ നിന്റെ പാദങ്ങളിൽ സമർപ്പിക്കാണ്. ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം നിന്റേതാണ്. ഇതെന്ന മമ, ഇതെന്റേതല്ല, ഇതെന്റേതല്ല. ഈ തപോബലം കൊണ്ട് എനിക്കൊന്നും നേടാനില്ല. ഇത് മുഴുവൻ ഞാൻ നിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പുണ്യവും പാപവും എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ആർക്കും മോക്ഷമെന്നുള്ളതായ പരമ സാക്ഷാത്കാരം കൈവരുന്നത്. ശരഭങ്കന് പുണ്യം മാത്രമേ ഉള്ളൂ, അഖണ്ഡമായിരിക്കുന്ന തപോബലം. അത് മുഴുവൻ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. അല്ലയോ ഭഗവാനെ, ഞാനിനി ആഗ്രഹിക്കുന്നത് അങ്ങയുടെ തന്നെ സ്വരൂപത്തിന്റെ പ്രത്യക്ഷമായ സാക്ഷാത്കാരമാണ്. നിർഗുണ നിരാകാര ബ്രഹ്മപ്രാപ്തിയാണ്.
അപ്പോഴേക്കും ഭഗവാൻ ശരഭംഗനോട് പറഞ്ഞു, ആരാണോ ഈശ്വരചിന്തയോടുകൂടിയിട്ട് ജീവിതത്തെ തപോമയമാക്കി തീർക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം തന്നെ ഞാൻ സാധിച്ചു കൊടുക്കുന്നു. സമസ്ത ചരാചരങ്ങൾക്കും ഉള്ളിൽ വസിക്കുന്നവനായ ജഗന്നാഥൻ തൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തനിക്ക് പരമ സാക്ഷാത്കാരം നൽകുവാൻ അനുഗ്രഹിക്കുന്നത് കണ്ട് സർവ ജീവരാശിയുടെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്നവനായ ആ ജഗന്നാഥനെ സന്തോഷത്തോടുകൂടി കണ്ട് ശരഭംഗൻ പ്രണമിച്ചു. ശ്രീരാമം ദുർവാദളശ്യാമളം അംഭോജക്ഷം ധീരവാസസം ജടാമകുടം ധനുർധരം. അങ്ങനെയൊക്കെയുള്ള ആ രാമനെ കണ്ട് ആ രാമനിൽ തന്നെ ലയിച്ച് തൻ്റെ മനസ്സിൻ്റെ മുഴുവൻ പ്രവാഹവും സമ്പൂർണമായിട്ട് രാമപാദങ്ങളിൽ ലയിപ്പിച്ച് മനസ്സിനെ ലയിപ്പിച്ച് യോഗശക്തി കൊണ്ട് ശരീരത്തെ ഉപേക്ഷിച്ച് ശരീരത്തെയും പരമാത്മാവിൽ തന്നെ സമർപ്പിച്ച് അങ്ങനെ അദ്ദേഹം ശരഭംഗൻ ബ്രഹ്മ സാക്ഷാത്കാരം രാമ അനുഗ്രഹത്താൽ നേടി. ഇങ്ങനെ ശരഭംഗൻ മുക്തനായി തീരുമ്പോൾ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ദണ്ഡകാരണ്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്നറിഞ്ഞ ദണ്ഡകാരണ്യ നിവാസികളായിരിക്കുന്ന ഋഷിവര്യന്മാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കാണുന്നതിന് വേണ്ടിയിട്ടും ആശ്രമങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും അവിടെ രാമന്റെ മുന്നിൽ എത്തിച്ചേർന്നു.